എല്ലാ കണ്ണുകളും ഈ മൂന്ന് നേതാക്കളിലാണ്. പ്രതിപക്ഷ നേതാവ് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് കൊച്ചിയിലേക്ക് മടങ്ങിയെത്തിയത്. അപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാം. മാധ്യമങ്ങളോട് സംസാരിച്ചു, എന്തെങ്കിലും പറഞ്ഞോ എന്നുകൂടി കേൾക്കാം. ഇത് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് കൊച്ചിയിലേക്ക് വി.ഡി. സതീശൻ മടങ്ങിയെത്തിയത്. ആ ദൃശ്യങ്ങളാണ്. മാധ്യമങ്ങളോട് സംസാരിക്കാൻ എന്തായാലും അദ്ദേഹം തയ്യാറായില്ല. പക്ഷേ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയാണുള്ളത്. വലിയ കോൺഫിഡൻസിൽ തന്നെയാണ് ഇപ്പോഴും VDS ക്യാമ്പ് ഉള്ളത്. എസ് അരുൺ ശങ്കറാണ് നമുക്കൊപ്പം ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. അരുൺ, ഇന്നലെ സംയുക്ത വാർത്താ സമ്മേളനം കഴിഞ്ഞ് അവിടെ നിന്ന് മടങ്ങും വഴി എല്ലാ നേതാക്കളോടും ആവർത്തിച്ച് എന്തെങ്കിലും പറയൂ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ പറഞ്ഞൊരു നേതാവ്, എന്തെങ്കിലും മാധ്യമങ്ങളോട് സംസാരിച്ചൊരു നേതാവ്, അത് V.D. സതീശനായിരുന്നു. അതിലും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നുണ്ട്. കൊച്ചിയിലെത്തിയ V.D. സതീശൻ എത്രത്തോളം കോൺഫിഡൻസിലാണ്? നോക്കൂ, ഇന്നലെ ഒരു ഘട്ടത്തിൽ മുഖ്യനല്ലെങ്കിൽ മന്ത്രിസ്ഥാനം പോട്ടെ, MLA സ്ഥാനം പോലും എനിക്ക് വേണ്ട എന്നൊക്കെ സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചതായി കേൾക്കുന്നു. അപ്പോൾ കോൺഫിഡൻസിലാണോ VDS ക്യാമ്പ്? ഈ മാധ്യമപ്രവർത്തകരുമായിട്ടൊക്കെ രൂക്ഷമായുള്ള വാക്കുതർക്കങ്ങൾ ഏർപ്പെടുന്നത് സംബന്ധിച്ച് സതീഷിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ മനസ്സിൽ ഉള്ളത് മുഖത്ത് കാണും എന്നുള്ളതാണ്. അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ എനിക്ക് ഒന്നും മറച്ചു വെക്കാനൊന്നുമില്ല. എൻ്റെ മനസ്സിൽ എന്തുണ്ടോ അത് മുഖത്ത് പ്രകടമാകും, അതാണ് എൻ്റെ സ്വഭാവം എന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ആ മനസ്സിലുള്ളതാണ് മുഖത്ത് പ്രകടമായതെങ്കിൽ, ഇന്നലെ രാത്രി പ്രകടമായതെങ്കിൽ അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചൊരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും തീരുമാനങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും നേതാവിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടും, അവരുടെ മുഖഭാവം കണ്ടോ അല്ലെങ്കിൽ അവർ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം കണ്ടോ ഏതെങ്കിലും നേതാവിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടും എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും V.D. സതീശൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മറ്റ് നേതാക്കന്മാരെ പോലെ V.D. സതീശനും തൻ്റെ ആത്മവിശ്വാസം കൈവിട്ടിട്ടില്ല. അവസാന നിമിഷം വരെ ആ സ്ഥാനത്തിന് വേണ്ടി നിൽക്കും എന്ന് തന്നെയാണ് V.D. ക്യാമ്പ് അറിയിച്ചിട്ടുള്ളത്. ഇന്നലെ അദ്ദേഹം ഈ മാധ്യമങ്ങളോട് ഈ ഫ്ലെക്സ് ഉൾപ്പെടെ നീക്കം ചെയ്യണം എന്ന് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പരോക്ഷമായി അല്ലെങ്കിൽ ഓഫ് ക്യാമറയിൽ പോലും അദ്ദേഹം രാഷ്ട്രീയം പറയാൻ തയ്യാറായില്ല എന്നുള്ള ഒരു കൗതുകം കൂടിയുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഈ ബൈറ്റൊക്കെ എടുത്തതിന് ശേഷം V.D. സതീശനോട് സംസാരിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയം കൃത്യമായിട്ട് പറയും, നമ്മളോട് ആശയവിനിമയം നടത്തുകയൊക്കെ ചെയ്യും. അത് ക്യാമറയ്ക്ക് മുന്നിൽ കാണുന്ന V.D. സതീശനല്ല, കാര്യങ്ങൾ കുറച്ചുകൂടി നമ്മളോട് ചോദിച്ചറിയുന്നതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇന്നലെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനപ്പുറത്തേക്ക് ഡൽഹി കേരള ഹൗസിൽ വെച്ച് പോലും അദ്ദേഹം രാഷ്ട്രീയം സംസാരിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും അത് പുറത്തേക്ക് വിടേണ്ടതില്ല. തൻ്റെ മനസ്സിലുള്ളത് എന്ത് എന്നുള്ളത് പുറത്തറിയിക്കേണ്ടതില്ല, അത് ഹൈക്കമാൻഡിനെ അറിയിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലാണ്. ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും അതോടൊപ്പം തന്നെ ഫലം വന്നതിന് ശേഷവും അദ്ദേഹം ഒരു പൂർണ്ണതോതിൽ മാധ്യമങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. അദ്ദേഹം അത് ഒന്നും കൃത്യമായി സംസാരിക്കാതെ ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തായാലും ഇന്നും ആ ഒരു മാധ്യമങ്ങളോട് സംസാരിച്ചില്ല, രാഷ്ട്രീയം പറഞ്ഞില്ല. പക്ഷേ ഒരു തീരുമാനം വന്നതിന് ശേഷം പറയാമെന്നുള്ള ഒരു നിലപാടായിരിക്കും ഒരു പക്ഷേ.